ഹായ് ഗൈസ്, ഇന്ന് രാവിലെ തന്നെ കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മടി പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് മസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് എല്ലാം നീറ്റായിട്ട് വിരിച്ചിടും കേട്ടോ. എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ. അതിനുശേഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ പയറാണ് കേട്ടോ, ഞാൻ നട്ടിട്ടുള്ള പയറാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പോയിട്ട് പയറ് നോക്കാണ്. പയറിന്റെ ഭംഗി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഒത്തിരി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ നട്ടിട്ടുള്ള എന്തെങ്കിലും സാധനം കായ്ച്ചു വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ ആ സന്തോഷം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ എഴുന്നേറ്റപ്പോ തന്നെ പയറിനെ പോയി നോക്കാണ്. ഒത്തിരി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പയറിനെല്ലാം നല്ല രീതിയിൽ പഴുത്തു വരുമ്പോ വീണ്ടും നടാനായിട്ടാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പയറ് നമ്മൾ എടുക്കുന്നതേ ഇല്ല. എന്നിട്ട് ഞാൻ പയറിന്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരാണ്. അപ്പം ഇറങ്ങി വരാറായപ്പോ ഒരു പയറും കൂടി ചിലതൊക്കെ ഒന്ന് പുഴു കയറിയിട്ടുണ്ടായിരുന്നു, ചിലതൊക്കെ നന്നായിട്ട് നിപ്പുണ്ട് കണ്ടോ. അപ്പൊ ഞാനിത് നട്ടിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളായിരുന്നു. അപ്പൊ തന്നെ നല്ല രീതിക്ക് കായ്ച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ നട്ടൊരു സാധനം കഴിച്ചു വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഇതെന്റെ പൂച്ചയാണ് കേട്ടോ. പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാല് എന്റെ റോസാപ്പൂവാണ്. അപ്പം എപ്പോ നോക്കിയാലും റോസയിൽ പൂ പിടിക്കാറുണ്ട്. അപ്പൊ അതും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതാണ്ട് ഇതൊക്കെ ചീത്തയായി പോയതായിരുന്നു. വെള്ള റോസയാണ് കേട്ടോ. അത് ഇതായിട്ട് പൂ പിടിച്ചിട്ട് അത് ഉണങ്ങി പോവാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചെറിയൊരു തോട്ടമാണ് കേട്ടോ ഇതൊക്കെ. പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞവരയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ പനിയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കും കേട്ടോ ഞവര. ഇത് ഞങ്ങളുടെ ചക്കയാണ് കേട്ടോ. ഈ പ്രാവശ്യം പിടിച്ചിട്ടുള്ള ചക്കയാണ്. ഒരു തണ്ടിൽ തന്നെ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയോ? ഒരു 6 7 എണ്ണം ഉണ്ട് കേട്ടോ. വലിയ ചക്കയാണേ. അപ്പൊ എനിക്കത് ഭയങ്കര, ഇതുവരെ ഞങ്ങൾ അതിൽ നിന്ന് ഒരെണ്ണം പോലും മുറിച്ചെടുത്തിട്ടില്ല. ഇന്ന് എന്തായാലും ഒരെണ്ണം മുറിച്ചെടുക്കണമെന്ന് വിചാരിച്ച് നിൽക്കാം. അപ്പൊ ഈ പ്ലാവ് ഫുള്ളും കായ്ച്ചിട്ടുണ്ട്. നിങ്ങളെ വീട്ടിലൊക്കെ പ്ലാവില്ലേ? അപ്പൊ ഇപ്പൊ ചക്കേന്റെ സീസൺ അല്ലേ. അങ്ങനെ ഈ പ്ലാവ് ഫുള്ള് ചക്കയാണ് കേട്ടോ. അപ്പൊ ഇത് ഇന്ന് പറിച്ചെടുക്കണമെന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണ്.